അടുത്തത് അഞ്ജലിയുടെ അമ്മ പത്മ. അവർ വന്നിരിക്കുന്നത് രാത്രി 11 മണിക്കാണ്. അതും CCTV ഫുട്ടേജിൽ നിന്ന് വ്യക്തമാണ്. അവർ വന്ന സമയത്ത് ഓൾറെഡി അഞ്ജലി മരിച്ചു കഴിഞ്ഞു. സോ അവർക്കും ഈ കൊലപാതകവുമായി യാതൊരു ബന്ധമില്ല. ഇനി ബാക്കിയുള്ളത് 2 പേര് മാത്രമാണ്. അതിലൊരാൾ അഞ്ജലിയാണെങ്കിൽ അവശേഷിക്കുന്നത് ഈ കുറ്റവാളി മാത്രമാണ്. ഈ സിദ്ധാർത്ഥൻ വീട്ടിൽ നിന്നും രാത്രി 10:10 പുറത്തേക്ക് പോകുന്നത് അവിടുത്തെ CCTV ഫുട്ടേജിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സാക്ഷികളും ഇയാളാണ് കുറ്റവാളി എന്ന് വ്യക്തമാക്കുന്നു. ഇയാൾ എന്തിനാണ് അഞ്ജലിയെ കൊലപ്പെടുത്തിയതെന്നും ആ ആയുധം എവിടെ ഒളിപ്പിച്ചു എന്നും അറിയണമെങ്കിൽ ഇയാളെ ഒരു 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ അയച്ചേ മതിയാവും മൈ ലോർഡ്. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നുണ്ട്. PP സാർ പറഞ്ഞത് കേട്ടല്ലോ. കേട്ടു സാറേ. ഇദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാ. ഈ കേസും എൻ്റെ ജോലിക്കാരിയായിട്ട് യാതൊരു ബന്ധവുമില്ല സാറേ. അവൾ ഒരുപാട് നല്ല കുട്ടിയാ. ഞാനും എൻ്റെ ഭാര്യ അഞ്ജലിയും അവളെ വേലക്കാരിയായിട്ട് കണ്ടിട്ടേയില്ല. എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ ഞാൻ നോക്കിയത്. അമ്മായിമ്മയെ കുറിച്ച് പറയാം. അഞ്ജലിക്ക് 7 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചത്. അതുവരെ ജോലിക്കൊന്നും പോകാത്ത അമ്മ അഞ്ജലിയുടെ ഭാവിക്ക് വേണ്ടിയാ ജോലിക്ക് പോയി തുടങ്ങിയത്. അഞ്ജലിയെ നന്നായി വളർത്തി ഒരു നല്ലൊരു പൊസിഷനിലെത്തിച്ചു. അങ്ങനെയുള്ള അമ്മ തൻ്റെ മോളെ നഷ്ടപ്പെടുമ്പോൾ എത്രമാത്രം വിഷമിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കേസിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വാദിക്കാൻ ആരുമില്ലേ? അതിന് PP സാറുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം നിങ്ങൾക്കെതിരായിട്ടല്ലേ വാദിക്കുന്നത്? അദ്ദേഹം ന്യായത്തിന് വേണ്ടി മാത്രമേ വാദിക്കൂ, അതെനിക്കറിയാം. അദ്ദേഹം എനിക്ക് വേണ്ടി വാദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താന്ന് വെച്ചാൽ ന്യായം എൻ്റെ ഭാഗത്താണ്. മിസ്റ്റർ PP, ഇയാൾക്ക് 10 days ജുഡീഷ്യൽ റിമാൻഡ് അനുവദിക്കുന്നു. അവിടെ വെച്ച് നിങ്ങൾക്ക് ഇയാളെ ചോദ്യം ചെയ്യാം. ദാറ്റ് ടു ഇൻഫ്ലുവൻസ് ഓഫ്. എന്തിനാ അഞ്ജലിയെ കൊന്നത്? ഞാൻ പറയുന്നത് കേക്ക് സാറേ. ഞാൻ എന്തിനാ എൻ്റെ ഭാര്യയെ കൊല്ലണം? നായക്. സോറി സാർ. സിദ്ധാർത്ഥ്, ഇവിടെ കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം തനിക്കെതിരാണ്. ഈ കുറ്റം ചെയ്തത് നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആയുധം എവിടെ ഒളിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതോടെ ഈ കേസ് അവസാനിക്കും. അഞ്ജലി എങ്ങനെയാ മരിച്ചെന്നുള്ള സംശയത്തില സാറേ ഞാനുള്ളത്. അപ്പൊ വെപ്പൺ എവിടെ ഒളിപ്പിച്ചു വെച്ചെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ സാറേ? വഴിവിട്ട ബന്ധങ്ങളാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാവുന്നെന്ന് ഞങ്ങളും പോലീസും വിശ്വസിക്കാറുണ്ട്. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റാരെങ്കിലും ഇനിയൊരു വാക്ക് എന്റെ അഞ്ജലിയെ കുറിച്ച് തെറ്റായി പറഞ്ഞാലുണ്ടല്ലോ. സോറി സാർ. അഞ്ജലി എനിക്ക് ജീവനായിരുന്നു സാറേ. സാർ അവളെ പറ്റി തെറ്റായി പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം നിങ്ങളുടെ നോട്ടത്തിൽ ഞാനിപ്പോ ഒരു ക്രിമിനലാ. എനിക്കെതിരെ കംപ്ലൈന്റ് തന്ന എന്റെ അമ്മായിമ്മയോട് തന്നെ ചോദിക്കും. എന്ന് ഞാൻ എഴുന്നേറ്റ് 2 മണിക്കൂർ ശേഷമേ അഞ്ജലി എഴുന്നേക്കാറുള്ളൂ. അന്ന് ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു. എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു.